നമ്മുടെ പ്രാദേശിക ചരിത്രം പരിചയപ്പെടുത്തുന്ന ടാൻ ബാക്ക് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട തെക്കുംപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ടാൻ ബാക്കിൻ്റെ എപ്പിസോഡ്. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി കുപ്പം വളപട്ടണം പുഴയിൽ കാണപ്പെടുന്ന ദ്വീപാണ് തെക്കുംപാട്. പ്രകൃതി രമണീയമായ ഈ ദ്വീപ് മാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ജനവാസ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. പഴയ കാലത്ത് തന്നെ തെക്കുംപാടിലെ പൂർവിക ജനത വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും മലേഷ്യയിലുമൊക്കെ ഇങ്ങനെ തെക്കുംപാടിലെ പൂർവ്വസൂരികൾ എത്തിപ്പെട്ടിട്ടുണ്ട്. 1964 വില്ലേജ് പുനഃസംഘടനയെ തുടർന്നാണ് തെക്കുംപാട് ദ്വീപ് മാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യകാലത്ത് ചങ്ങാടവും തോണിയും ഉപയോഗിച്ചായിരുന്നു ദ്വീപിലേക്ക് എത്തിയിരുന്നത്. പിന്നീട് ബോട്ടും ഏറ്റവും ഒടുവിൽ തെക്കുംപാട് ചെറുകുന്ന് പാലം വഴിയും ഈ ദ്വീപിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ്. തെക്കുംപാടിൻ്റെ അയൽപ്രദേശമായ മാട്ടൂരിലേക്ക് മാത്രമായുള്ള ബോട്ട് സർവീസ് തെക്കുംപാടിന് നിത്യ കാഴ്ചയാണ്. നടവഴികൾ കൊണ്ട് സംതൃപ്തമാകേണ്ടി വന്ന ഇന്നലകളെക്കുറിച്ച് പറയുമ്പോൾ തെക്കുംപാടിലെ പഴമക്കാർക്ക് പലതും പറയാനുണ്ട്. പഴയ കാലങ്ങളിൽ പുഴ കവിഞ്ഞൊഴുകുമ്പോൾ തീർത്തും ഒറ്റപ്പെട്ടാണ് ദ്വീപ് നിലകൊണ്ടിരുന്നതെന്ന് ഇവർ ഓർമ്മിക്കുന്നു. ദ്വീപ് നിവാസികൾക്ക് ആ കാലങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മറുകര താണ്ടേണ്ടി വന്നാൽ സാഹസിക യാത്രകൾ തന്നെ നടത്തേണ്ടിയിരുന്നു അത്രേ. മനോഹരമായ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് സുന്ദരമായ ഭൂപ്രദേശമാണ് തെക്കുംപാട്. ഏഴുമലയിൽ മാത്രം കാണപ്പെടുന്ന അപൂർവയിനം സസ്യലതാദികൾ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ദ്വീപിൻ്റെ പാരിസ്ഥിതിക പ്രധാനത്തെക്കുറിച്ച് കൂടുതലായി പഠനം നടത്തേണ്ടതുണ്ട്. പ്രാചീന കാലത്ത് തന്നെ മത ഭൗതിക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ദീർഘവീക്ഷണം പുലർത്തിയിരുന്നവരായിരുന്നു ഇവിടെയുള്ളവർ. 100-ലേറെ വർഷം പഴക്കമുള്ള തെക്കുംപാട് GMUP സ്കൂളിൻ്റെ പാരമ്പര്യം ആ കാര്യം വിളിച്ചോതുന്നുണ്ട്. 1918 ഈ സ്കൂൾ തെക്കുംപാടിൽ സ്ഥാപിതമാകുന്നത്.
കേരളത്തിന് നിരവധി ഇസ്ലാമിക മത പണ്ഡിതന്മാരെ സംഭാവന ചെയ്ത പാരമ്പര്യമാണ് തെക്കുംപാടിനുള്ളത്. തെക്കുംപാടിയിലെ പള്ളി ദർസുകൾ മലബാറിൽ ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്നു. മാനവ സാഹോദര്യം വിളിച്ചോതുന്ന തെക്കുംപാട് മസ്ജിദുകളിലെ മിഹ്റാബുകൾ ഇപ്പോഴും വൈജ്ഞാനിക ലോകത്തിന്റെ വിസ്മയ കവാടങ്ങൾ തുറക്കുന്നുണ്ട്. ഗോളശാസ്ത്രത്തിൽ കണ്ണൂരിന്റെ സംഭാവനയായ സി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ മകനായ പ്രമുഖ പണ്ഡിതൻ PKP അബ്ദുസലാം മുസ്ലിയാർ, ഹദീസ് പണ്ഡിതൻ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, അബുൽ ഫദൽ എന്ന തൂലിക നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന കേരളത്തിന്റെ ബൂസിരി എന്ന പേരിൽ അറിയപ്പെട്ട അറബിക് കവി തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തുടങ്ങിയ അനേകം പണ്ഡിതന്മാർ തെക്കുംപാടിന്റെ പള്ളി ദർസുകളിൽ നിന്നും ദീനി വിജ്ഞാനം കരസ്ഥമാക്കിയവരാണ്. മതസൗഹാർദ്ദത്തിൽ ഏറെ പ്രസിദ്ധമാണ് തെക്കുംപാട്. മതാന്ധത കൊണ്ട് തമ്മിൽ തള്ളുന്ന ലോകത്ത് തെക്കുംപാടിലെ മതമൈത്രി വേറിട്ട് നിൽക്കുന്നു. സ്ത്രീകൾ മാത്രം കെട്ടിയാടുന്ന ദേവക്കൂത്ത് എന്ന തെയ്യം തെക്കുംപാടിലെ കൂലോം തായക്കാവിൽ കെട്ടിയാടാറുണ്ട്. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ദേവക്കൂത്ത് കാണാൻ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് എത്താറുള്ളത്. തെക്കുംപാട് ദ്വീപിലെ പൂന്തോപ്പിൽ ഒറ്റപ്പെട്ടു പോയ അപ്സരസ് നാരദമുനിയുടെ സഹായത്തോടെ ദേവലോകത്ത് പോയ ഐതിഹ്യത്തിന് ചുവട് പിടിച്ചാണ് ഇവിടെ ദേവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. 41 ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് വേണം ദേവക്കൂത്ത് കെട്ടിയാടാൻ. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കിയ തെയ്യം കലാകാരി ലക്ഷ്മി മാടായി 10 വർഷത്തോളം ഇവിടെ ദേവക്കൂത്ത് അവതരിപ്പിച്ചിരുന്നു. പ്രാചീന കാലത്ത് ചിറക്കൽ രാജവംശത്തിന് അധീനതയിലായിരുന്നു കൂലോം തായക്കാവ്. തെക്കുംപാടിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടും.